ശരി ശരി, ഞാൻ വിളിക്കാം. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. ഇനിയും വൈകിപ്പിക്കണ്ട, പോലീസിനെ വിവരം അറിയിക്കാം. പോലീസിനെ ഇതിലേക്ക് വലിച്ചഴിച്ച പാർട്ടിയിൽ നടന്നതിനെ കുറിച്ചെല്ലാം അന്വേഷിക്കും. അത് നിനക്ക് ഓക്കെയാണോ? പാർവതിയെക്കുറിച്ചും അവൾക്കെതിരെ നടന്ന അക്രമത്തെക്കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കും. അവളും കൈലാഷും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കും. അതുകൊണ്ട് നിനക്കൊരു കുഴപ്പമില്ലേ? എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്കെന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി. ഇപ്പൊ നിനക്ക് നിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നുന്നില്ലേ? ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാ. നിങ്ങൾ ആദ്യം എന്റെ മോനെ കൊണ്ടുവാ. ഞാൻ കമ്മീഷണർ വിളിച്ച് കാര്യം പറയാം. വിളിക്ക്. മോൻ വാ വാ മോനെ. നീ എന്താ ഈ കാറി വരുന്നേ? കൈലാഷ് എവിടെ? കൈലാഷ് സാറ് കുറച്ച് മദ്യപിച്ചിട്ടുണ്ട്. അദ്ദേഹം മയക്കത്തിലായതുകൊണ്ട് വീട്ടിലാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. സർ പറഞ്ഞു. ഓക്കെ പറഞ്ഞു സർ. സർ വീടെത്തി. കൈലാഷ് മോനെ. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ കൊണ്ടുപോയിക്കോളാം. വാ സൂക്ഷിച്ച് വാ മോനെ. നിക്കട അവിടെ. എന്റെ മോനെ ഇങ്ങനെ തരം താന്ന് കണ്ടപ്പോ നിനക്ക് സമാധാനമായോ? അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് മാഡം. എന്നിട്ടാണോ നീ അവനെ ഈ നിലയിലേക്ക് എത്തിച്ചത്? ഞാൻ എന്ത് ചെയ്തെന്നാ മാഡം? ഏതോ ഒരു ദരിദ്രവാസിയെ ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവക്ക് കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുത്തത് നീയല്ലേ? അവളുടെ പുറകെ നടന്നിട്ടാ എന്റെ മോൻ ഈ അവസ്ഥ ഉണ്ടായത്. എന്നിട്ടിപ്പോ അവനെ കുടിപ്പിച്ച് ബോധമില്ലാതെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുന്നു. ഒന്നും അറിയാത്ത പോലെ അങ്ങ് അഭിനയിക്കുക. മാഡം ഞാൻ അവളും നീയും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. സീതേ, നീ എന്ത് പണിയാ കാണിച്ചത്? നമ്മുടെ മോൻ കുടിച്ചതിന് ഇവനോടാണോ ദേഷ്യം തീർക്കുന്നത്? ഇവൻ കൈലാഷിനെ ഭദ്രമായി തിരിച്ച് വീട്ടിലെത്തിക്കുകയല്ലേ ചെയ്തത്. അതിന് നന്ദി പറയുന്നതിന് പകരം കൈലാഷ് സാറിനോട് ചെയ്തതിന് എനിക്ക് തന്നെ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ദൈവമായിട്ടായിരിക്കും മാഡത്തിനെ കൂടി ഇത് ചെയ്യിപ്പിച്ചത്. മര്യാദയ്ക്ക് അവനോട് മാപ്പ് പറ. അയ്യോ, അതൊന്നും വേണ്ട സർ. മാഡം പെട്ടെന്നുള്ള ദേഷ്യത്തിന് അറിയാതെ ചെയ്തു പോയതാ. ഒരമ്മയ്ക്കും മകനെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയില്ല. സോറി പ്രിയ. ഏയ് സാരമില്ല സർ. പാറു, ഇങ്ങനെ പൂച്ചക്കുട്ടിയെ പോലെ നടക്കുമെങ്കിലും പാറു ഒരു പുലിക്കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നല്ലാതെ ഒറ്റയടിക്ക് ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയല്ലേ വളച്ചെടുത്തേ? കൈലാസ് സാറിനെ കാണാനും കൊള്ളാം, കൈ നിറയെ കാശുണ്ട്. ഇതിൽ കൂടുതൽ ഒരു പെൺകുട്ടിക്ക് എന്ത് വേണം? ഇങ്ങനെ ഒരു ചെക്കന് ഭർത്താവായി കിട്ടണമെന്നാ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നം. നീ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് എന്തുമാത്രം വിഷമമായെന്ന് ഇന്നലെ നിനക്ക് മനസ്സിലായില്ലേ? നീ എന്തിനാടി കൈലാഷ് സാറിനെ വേണ്ടെന്ന് പറഞ്ഞേ? പാറു ചിലപ്പോ കൈലാഷ് സാറിനെക്കാളും വലിയ ആരെങ്കിലും കണ്ടുവെച്ച് കാണും. എന്താ ഇവിടെ ഇങ്ങനെയുള്ള സംസാരമൊന്നും എന്റെ ഈ ഹോസ്റ്റലിൽ വേണ്ട. പെൺകുട്ടികളായ പരദൂഷണം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ല മാഡം, ഞങ്ങള് വെറുതെ. മതി, നിങ്ങളുടെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട.
പോയി ചെയ്യാനുള്ള ജോലി എന്താന്ന് വെച്ചാ ചെയ്യ്. പാറു, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലെ കൈലാഷ് ചെയ്തത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാ. അതുകൊണ്ട് പാറുനുണ്ടാകുന്ന അപമാനത്തിനെ കുറിച്ച് അവൻ ചിന്തിക്കണമായിരുന്നു. പക്ഷേ നീ കൈലാഷിനെ എന്തിനാ വേണ്ടെന്ന് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൈലാഷിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. കൈലാഷ് വളരെ നല്ല മനുഷ്യനാണെന്നും അവനെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടെന്നും നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്. അങ്ങനൊരു പയ്യൻ നിന്നെ ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് വന്ന് പറയുമ്പോ അത് നീ വേണ്ടെന്ന് വെക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമായ കാരണം ഉണ്ടാവും. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റു പെൺകുട്ടികളെ പോലെയല്ല ഞാൻ നിന്നെ കാണുന്നത്. നീ എനിക്ക് എന്റെ മകളെ പോലെ തന്നെയാ. ആ അവകാശം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ചോദിക്കുക, നീ എന്തുകൊണ്ടാ കൈലാഷിനെ നിരസിച്ചത്? പ്രേംചേട്ടനെ കുറിച്ച് കൈലാഷ് സാറിനോട് പറയാൻ പറ്റില്ല. മാഡത്തിനോടെങ്കിലും സത്യം പറയാം. എന്താ മോളെ ആലോചിക്കുന്നത്? നിന്റെ അമ്മയോട് പറയുന്ന പോലെ തന്നെ കരുതിയാ മതി. അത് മാഡം, പ്രേംചേട്ടൻ പറയുന്ന കേൾക്കാതെ കൈലാഷ് സാറിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതുകൊണ്ട് പ്രേംചേട്ടൻ ഇപ്പൊ എന്നോട് മിണ്ടുന്നും കൂടിയില്ല. ഞാനിനി മാഡത്തിനോടെല്ലാം പറഞ്ഞ് മാഡം അത് കൈലാഷ് സാറിനെ അറിയിച്ചാ കൂടുതൽ പ്രശ്നമാവുള്ളൂ. എന്തു പറ്റി പാറു? എന്നോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അയ്യോ, അങ്ങനൊന്നുമില്ല മാഡം. എല്ലാരും പറയുന്ന പോലെ കൈലാഷ് സാറിന് ഒരു കുറവുമില്ല. അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്തവളായിരിക്കും. പക്ഷേ ഞാനൊരിക്കലും കൈലാഷ് സാറിനെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന ഒരാള് പെട്ടെന്ന് ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നാ ആരായാലും പേടിച്ചു പോയില്ല മാഡം. അപ്പോ പേടി കൊണ്ടാണോ കൈലാഷിനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? അല്ല മാഡം, കൈലാഷ് സാറിനെ പോലൊരാൾക്ക് എന്നെ പോലൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്കത് അങ്ങനെയല്ല. അർഹിക്കുന്നത് മാത്രം സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാ ഞാൻ ശീലിച്ചിട്ടുള്ളത്. ഹോസ്റ്റലിലെ ബാക്കി പെൺകുട്ടികൾക്ക് പറയുന്ന പോലെ കാശ് കണ്ട് ഒരാളെ സ്നേഹിക്കാൻ മാത്രം മോശക്കാരിയല്ല ഞാൻ.